ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശിൽപ. സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ക്വിക്കായിട്ടുള്ള എൻ്റെ ഒരു മേക്കപ്പ് ഒരു റുട്ടീനാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴോ പുറത്ത് വെച്ചാൽ വെറുതെ പുറത്ത് പോകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങനെ പോകുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ഒരു റുട്ടീനുണ്ട്. അതായത് മേക്കപ്പിൻ്റെ ഒരു സ്റ്റെപ്പുണ്ട്. അത് എന്താണ് ഞാൻ പൊതുവേ മേക്കപ്പ് ചെയ്യാറുള്ളത് എന്നാണ് നിങ്ങളെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഒരു ലുക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എൻ്റെ സിമ്പിൾ ലുക്കാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങൾ വേറെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഭയങ്കര മേക്കപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര പ്രോയോ അത്ര ഭയങ്കര ഒരു ഇതൊന്നും അല്ല. എനിക്ക് എൻ്റേതായ രീതിയിൽ ഒരു ചെറുതായിട്ട് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴാട്ടോ ഇതൊക്കെ ലൈക്ക് ഒരു 1 year ആയി കാണത്തില്ല, ഒരു 4 to 5 months ഈ കല്യാണം അടുപ്പിച്ചാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഏകദേശം ഞാൻ ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കാണും. എന്നെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നവരോ ഒരുപാട് ആൾക്കാരോ നമ്മുടെ ചുറ്റും, അത് നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇതെന്തായാലും എൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വേറൊന്നുമല്ല, നമ്മളെപ്പോഴും നമ്മുടെ മുഖം ക്ലീൻഡ് ആയിരിക്കണം. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് സെറ്റാഫിലിൻ്റെ ഓയിൽ ക്ലെൻസറാണ്. ഓയിൽ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആണ് ഞാൻ ഫേസ് കഴുകുന്നത്. അപ്പോൾ ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പല്ല, നമ്മളൊരു സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫേസ് വാഷ് ഇട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ, നമ്മൾ എന്താണോ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്, സ്കിൻ കെയർ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെറം ഇട്ടിട്ടുണ്ട്. ഞാൻ ക്ലെൻസർ ഇട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊട്ട് പുറകെ ഞാൻ സെറം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെറം ഇടുന്നത് നിങ്ങളെ കാണിക്കാത്തത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മോയ്സ്ചറൈസർ. മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്മൃതിയല്ലേ, എൻ്റെ ഫ്രണ്ട് സ്മൃതി, ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗിൽ പറയുന്നത് സ്മൃതിയാണ് എൻ്റെ അടുത്ത് മോയ്സ്ചറൈസർ ഇതിൻ്റെ കാര്യം പറഞ്ഞത്. സോ അങ്ങനെയാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏതാണ്ട് ഒരു 2 years ആയിട്ട് ഞാൻ ഇതായിട്ടോ യൂസ് ചെയ്യുന്നത്. മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സെറവുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് എൻ്റെ സ്കിന്നിന്. ഇനി ഞാൻ ചെയ്യുന്നത് സൺസ്ക്രീൻ ഇടുക എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോണ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഇടുമ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് പോകണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. രാത്രി പോകുമ്പോഴൊന്നും സൂര്യനില്ല, അപ്പോൾ പിന്നെ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. ആയിരിക്കും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൈമർ, പവർ ഗ്രിപ്പ്. എൽഫിൻ്റെ പവർ ഗ്രിപ്പ് പ്രൈമറാണ്. എൽഫിൻ്റെ പ്രോഡക്റ്റ് ഇത് ഞാൻ ലണ്ടനിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മുടെ മുഖത്തെല്ലാം നമ്മളിത് അറഞ്ചേം പുറഞ്ചേം വാരി ഇടണം. എന്നിട്ട് ഞാൻ ഭയങ്കര പ്രോയായിട്ടുള്ള ആൾക്കാർ പ്രത്യേക സ്പോഞ്ചും ബ്രഷൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഇത് സ്മഡ്ജ് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് എന്തിനാണ് നമ്മളെ കൈ ഉള്ളപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുമോ. അതിനുശേഷം ഞാൻ പിന്നെ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ മേബിലൈൻ്റെ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. മേബിലൈൻ്റെ ഷെയ്ഡ് 30. അത് നമ്മളിതേ ഇവിടെ കുറച്ച് എടുക്കുക. കണ്ട, ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. കണ്ട, ഇതിൻ്റെ ആവശ്യമേ നമ്മൾ ഒരുപാട് ഇടുമ്പം ഒരുപാട് ഇതായിട്ടിരിക്കും. ചിലപ്പോൾ ഞാനിങ്ങനെ കയ്യിലെടുക്കുന്നത് തോനെ വരും, പക്ഷെ എൻ്റെ പാതി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ഈ മുഖത്ത് ഇടുക. ഇപ്പം ഇനിയുള്ളൊരു അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് കൺസീലർ ഇടുക എന്നാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കൺസീലർ. ഇത് മേബിലൈൻ്റെ തന്നെ.
കൺസീലർ പൊതുവെ നമുക്ക് എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ടുകളുണ്ടോ അവിടെയൊക്കെ ഇടണം, പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ അടിയിൽ എന്നൊക്കെ. ഇവിടേക്കായിരിക്കും ഇടുന്നത് കേട്ടോ, ഞാൻ ഇവിടെയൊക്കെ ഇടുന്നത്. ഇവിടെയെങ്കിലും അല്ലെങ്കിൽ പറയണേ. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഐബ്രോ ഫില്ലാക്കുക, ഐലൈനർ ഐബ്രോസ് ഫില്ല് ചെയ്യുക. എനിക്കാണെങ്കിൽ പുരികം എന്ന് പറയുന്ന സാധനം പണ്ടേ ഇല്ല. പണ്ടെന്ന് വെച്ചാൽ കുഞ്ഞിലേ എനിക്കില്ല, പക്ഷെ അമ്മ എനിക്ക് നല്ല രീതിയിൽ വരച്ചൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ എനിക്കതില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐഷാഡോ പാലറ്റ് കാണിക്കാൻ പറഞ്ഞേ. ഇതാണ് ഐഷാഡോ പാലറ്റ്. ഇതിൽ സോ മെനി കളേഴ്സ് കണ്ട. തൽക്കാലം നമുക്കൊരു ലൈറ്റായിട്ടുള്ളൊരു കളർ മതി. ഓക്കെ, ഐലൈനർ ഇടാം. മസ്കാര ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ബാമാണ് പ്ലമ്മിൻ്റെ. നല്ല മണമാണ് ഇത്. ഞങ്ങളുടെ കൊല്ലത്ത് പർപ്പിളിൻ്റെ ഷോപ്പുണ്ട്. ലാസ്റ്റായിട്ട് ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ്, നൈക്കന്ന് മേടിച്ച കേട്ടോ. നമ്മുടെ ബ്ലഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ ഇതിൻ്റെ മണം. ഓക്കെ, ഡൺ. ഇനി നമുക്ക് പോയി നമ്മളിങ്ങനെ പോവില്ലല്ലോ, നമ്മളിപ്പോൾ ജസ്റ്റ് മേക്കപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഹെയർ കെട്ടണം, ഹെയർ സ്റ്റൈലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ഇടാം. ഈ കോട്ട് സെറ്റ് ഇവിടെ ഗിരിചേട്ടൻ്റെ അമ്മ അമ്മ തച്ച് തന്നെയാണ്. എനിക്കും ആർച്ചയ്ക്കും കൂടെ ഞങ്ങളുടെ ബർത്ത്ഡേക്ക്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ സെപ്റ്റംബറിലായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്ന കോട്ട് സെറ്റാണ്. തുണി എടുത്തിട്ട് അമ്മ തയ്ക്കും നന്നായിട്ട്. അപ്പം അതിൻ്റെ ഒരു ഇതാണിത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടു. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു പെട്ടെന്ന് ഒക്കെ എന്തെങ്കിലും ഇതിന് പുറത്ത് പോകുമ്പോൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ലുക്ക് എന്ന് പറയുന്നതാണ്. ഇപ്പം നിങ്ങൾ ചിലപ്പം കാണുന്നത് വിചാരിക്കുന്നത് കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന്. വ്യത്യാസം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഒന്നും വലിച്ചു വാരി ഇട്ടില്ല, അത്രേ ഉള്ളൂ. ഞാൻ വെള്ളം വളരെ കുറച്ച് ലൈറ്റായിട്ടേ ഇട്ടോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. സോ അപ്പോൾ ഇത് എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. വളരെ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരുങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ബട്ട് ചില ആൾക്കാർ അത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേ നിന്ന്, എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് ഇത്രയൊക്കെ അറിയൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരെ